നല്ല തിളക്കമുള്ള പച്ച നിറത്തുള്ള ഇലകളാണ് ചൈന ഡോൾ ചെടിയുടെ ആകർഷണം. അതുകൊണ്ട് തന്നെ അതിന് മരതക മരം എന്നു പേരുള്ള എമറാൾഡ് ട്രീ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അതെന്ന് വെച്ചാൽ എമറാൾഡ് പച്ച നിറത്തുള്ള രത്നമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്രയും തിളക്കമുണ്ട് ഇതിലെ ഇലകൾക്ക്. ഒരു ചെറിയ മരം പോലെ വളരും അത് മണ്ണിലാണെങ്കിൽ, നിലത്ത മണ്ണിലാണെങ്കിൽ. ചെടിച്ചട്ടിയിൽ പിന്നെ അതിന് സാഹചര്യം ഇല്ലല്ലോ. പിന്നെ ഇതിന് നല്ല വെളിച്ചം വേണം. പക്ഷേ വളരെ കടുത്ത സൂര്യപ്രകാശത്തിൽ വെച്ചാൽ ചിലപ്പോൾ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റായിട്ടും വളർത്താവുന്ന ചെടിയാണ്. മണ്ണിൽ ഈർപ്പം നിലനിർത്തണം, എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞത്, ചൈന ഡോൾ ചെടി ഒരു സ്ഥലമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കുന്നത്. അതിനാൽ അടിക്കടി സ്ഥാനം മാറ്റിയാൽ ഇലകൾ കൊഴിയാനൊക്കെ കാരണമാവും എന്നൊരു പ്രത്യേകത പറയുന്നുണ്ട്. പിന്നെ പ്രൂണിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും, അതായത് നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിവിടെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇല വാടിപ്പോകുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടായി. അത് സ്ഥാനം മാറ്റിയിട്ടായിരിക്കണം വരാം. ആദ്യം ഇത് അകത്ത് വെച്ചു കുറച്ച്, അപ്പോൾ ശരിയായില്ല. പിന്നെ വരാന്തയിൽ വെച്ചു, അത് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. അപ്പോഴാണ് തോന്നുന്നുണ്ട് ഇലകൾക്കൊക്കെ ഒരു പ്രശ്നം വന്നത്. അത് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ക്ലിപ്പുകൾ ഇതിൻ്റെ കൂടെ കാണാം. പക്ഷേ രക്ഷപ്പെട്ടു. തളിരുകൾ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഉഷാറായിപ്പോയി. മരതക മരം എന്ന അർത്ഥമുള്ള എമറാൾഡ് ട്രീ എന്നും അറിയപ്പെടുന്ന ചെടിയാണ് ചൈന ഡോൾ. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അതിൻ്റെ ഇലകൾക്ക് മരതകരത്നത്തിൻ്റെ അതേപോലെ നല്ല പച്ചപ്പാണ്. മുമ്പ് ഇതുപോലെ ഉണ്ടായിരുന്നു. ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്തിയപ്പോൾ ഈ ചെടികളുടെ ഇലകളുടെ പച്ചപ്പ് കുറഞ്ഞു. ഇലകൾക്ക് പച്ചപ്പ് മാത്രമല്ല, നല്ല ഷൈനിങ്ങും ഉണ്ടാവും. അപ്പോഴാണ് നല്ല തിളക്കം കാരണമാണ് മരതക മരം അഥവാ എമറാൾഡ് ട്രീ എന്ന് ഇവയെ വിളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് നല്ല വെയിലത്തായിരിക്കണേ, എന്നിട്ട് പോലും ഇലകളുടെ പച്ചപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ഈ ചെടിയെ എന്തുകൊണ്ടാണ് മരം എന്ന് വിളിക്കുന്നത് ചിലർക്ക് തോന്നാം. അതിപ്പോൾ ചെടിച്ചട്ടിയിൽ വളർത്തിയ കുറ്റിച്ചെടിയായിട്ട് വളരും. പറമ്പിൽ നല്ല വളമെല്ലാം എടുത്ത് നടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മരമായിട്ട് തന്നെ വളരും. ഞാനിവിടെ ടൗണിലൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, പൊതുസ്ഥലം തന്നെയാണ്. അവിടെ നല്ല ഉയരത്തിൽ, ഒരു ബിൽഡിങ്ങിൻ്റെ ഉയരമുള്ള മരമൊക്കെ ഉണ്ട്. അപ്പോൾ ചൈന ഡോള് നല്ല ഉയരത്തിൽ വളരാവുന്ന ഒരു മരം തന്നെയാണ്. ഇലകളൊക്കെ ഏകദേശം വെള്ളറി ഒരു ഇളം പച്ച നിറത്തിലായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെയിലില്ലായിട്ടല്ല, സാധാരണ വെയിൽ കുറയുമ്പോൾ അഥവാ അകത്തൊക്കെ വളർത്തിയാൽ ക്ലോറോഫിലിൻ്റെ അംശം കുറഞ്ഞിട്ടായിരിക്കണം, അത് ആവശ്യം കുറഞ്ഞിട്ടായിരിക്കും. കാരണം നല്ല വെളിച്ചമുണ്ടെങ്കിലല്ലേ കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ വെയിലുണ്ട്, നല്ല വെയിലുള്ള സീസണുമാണ്. അതായത് മഴയുണ്ടെങ്കിലും, ഇടയ്ക്ക് മഴയുണ്ടെങ്കിലും വെയിലിന് കുറവൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ചിന്തിക്കാനുള്ള ഒന്നേ ഉള്ളൂ, ചെറിയ ചെടിച്ചട്ടിയിലായതുകൊണ്ട് അതിലുള്ള ക്ലോറോഫിൽ നിർമ്മാണത്തിനുള്ള മഗ്നീഷ്യം തീർന്നു പോയി കാണും, അഥവാ കുറഞ്ഞു കാണും. പിന്നെ എൻ്റെ സ്ഥിരം വഴി, അതായത് ഇവിടെ എപ്സം സോൾട്ട് പൊടി ഇരിക്കുന്നുണ്ട്, മുമ്പ് വാങ്ങിച്ചത് മഗ്നീഷ്യം സൾഫേറ്റ്, അത് കലക്കി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഈ ചെടിക്ക് ഇംഗ്ലീഷിൽ എമറാൾഡ് ട്രീ എന്നൊരു പേരുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, ഇടതുവശത്തുള്ള പച്ച ഇല കണ്ടില്ലേ, അതിന് നല്ല തിളക്കമുണ്ട്. അതുകൊണ്ട് മരതകം അഥവാ എമറാൾഡ് എന്ന് പറയുന്നത് തിളക്കമുള്ള പച്ചരത്നമാണല്ലോ, അങ്ങനെയാണ് അതിന് ആ പേര് വന്നത്. ഈ ചെടിയുടെ ഇലകൾ വളരെയധികം വെള്ളറിപ്പോയിണ്ടായിരുന്നു, വളർച്ച നിന്നുപോയി. ഒരു ചെറിയ കമ്പ് കരിഞ്ഞു പോയി, അത് ഒടിച്ചു കളഞ്ഞതാണ് ആ കുറ്റി കാണുന്നത് അവിടെ. അപ്പോൾ അവിടെ പുതിയ തളിരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഈ ഇലകൾ, ചില ഇലകൾക്ക് ഇപ്പോഴും ഉണ്ട് ആ വളർച്ച. അത് ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് മഗ്നീഷ്യം സൾഫേറ്റ്, എപ്സം സോൾട്ട് കലക്കി ഒഴിച്ചു കൊടുത്തു. ഇലകളിലും സ്പ്രേ ചെയ്യാവുന്നതാണത്. പിന്നെ NPK മിക്സ്ചർ വളവും കൊടുത്തു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉത്സാഹമുണ്ട്, ചെടി പുതിയ തളിര് വരുന്നുണ്ട്. പഴയ ഇലകൾക്ക് ആ പഴയ പച്ചപ്പ് ഏകദേശം വീണ്ടെടുത്തു എന്ന് പറയാം. കുറച്ച് ഇലകൾക്ക് കേടുണ്ട്, കേടുള്ള ഇലയ്ക്ക് കുറച്ച് വളർച്ചയുണ്ട്. പക്ഷേ മൊത്തത്തിൽ മറ്റു ഇലകൾക്ക് കൂടുതൽ കടും പച്ച നിറം, അതായത് മരതകത്തിന് അങ്ങനെയാണല്ലോ, ഒരു പച്ച നിറത്തിലെ തിളക്കമാണ് മരതകത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയാറ്. അപ്പോൾ ആ രീതിയിലേക്ക്
തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും മുഴുവൻ ശരിയായിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ പുതിയ തളിരുകൾ നല്ല മരതക വർണ്ണത്തിൽ തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.